ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം 18 മോക്ഷ സന്യാസയോഗം. സർവഗുഹ്യതമം ഭൂയഃ ശൃണു മേ പരമം വചഃ ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേ ഹിതം. അത്യന്തം ഗോപ്യമായ എൻ്റെ പരമോത്തമ വാക്യം വീണ്ടും കേട്ടോളൂ. നീ എനിക്ക് അതീവ പ്രിയനാകുന്നു. അതിനാൽ നിന്റെ നന്മയ്ക്ക് വേണ്ടി പറയുകയാണ്. ആകയാൽ കർണങ്ങളെ വികസിപ്പിച്ചുകൊണ്ട് വീണ്ടും ഞാൻ പറയാൻ പോകുന്ന പരമശുദ്ധമായ വാക്കുകളെ കേട്ടുകൊള്ളുക. ഇത് പറയണമെന്നുള്ളതായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. കേൾക്കേണ്ടതാണെന്നുള്ള വിധത്തിൽ നീ കേൾക്കുകയും വേണ്ട. യഥാർത്ഥത്തിൽ ഇത് നിന്റെ സ്വന്തം ഭാഗ്യമാണ് അഥവാ വിധിയാണ്. അല്ലയോ ധനഞ്ജയ, കൂർമ്മം അതിൻ്റെ ദൃഷ്ടി കൊണ്ട് തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നു. ആകാശം അതിൻ്റെ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ചാതകപ്പക്ഷിയുടെ ദാഹം തീർക്കുന്നു. അതുപോലെ ഒരു പ്രവൃത്തിയും ചെയ്യാതെ തന്നെ ഒരുവന് ഫലം ലഭിച്ചു എന്ന് വരാം. ഭാഗ്യകടാക്ഷമുണ്ടാകുന്നവന് ഈ ലോകത്ത് ലഭിക്കാൻ സാധ്യമല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? ഞാൻ നിനക്ക് ഉപദേശിക്കാൻ ഉദ്ദേശിക്കുന്ന രഹസ്യം സാമാന്യമായുള്ളതല്ല. ഇത് മനസ്സിലാക്കുന്ന നിമിഷത്തിൽ തന്നെ ദ്വൈതഭാവം നിശേഷം നശിച്ച് ബ്രഹ്മൈക്യം എന്ന ഗേഹത്തിൽ സ്ഥിതി ചെയ്ത് ബ്രഹ്മാനുഭവത്തിൻ്റെ ആനന്ദം നീ അനുഭവിക്കുന്നതാണ്. അല്ലയോ പ്രിയോത്തമ, ഉപചാരങ്ങൾ കൊണ്ട് പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത നിന്നോടുള്ള എൻ്റെ പ്രേമം ഭിന്നഭാവത്തിൽ നിന്നുണ്ടായതല്ല. അത് നമ്മുടെ ആത്മൈക്യ ഭാവത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. കണ്ണാടിയെ വീണ്ടും വീണ്ടും തുടച്ച് വൃത്തിയാക്കി വെക്കുന്നത് കണ്ണാടിയുടെ നന്മയെ ഉദ്ദേശിച്ചല്ല, നമ്മുടെ മുഖം വ്യക്തമായി കാണണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അതുപോലെ നിന്നെ നിമിത്തമാക്കിക്കൊണ്ട് ഞാൻ പറയുന്നതെല്ലാം എനിക്ക് വേണ്ടി തന്നെയാണ്. നാം തമ്മിൽ ഒരു ദ്വൈതഭാവവും ഇല്ല. ആകയാൽ ഞാൻ എൻ്റെ ഹൃദയരഹസ്യം നിന്നോട് വെളിവാക്കുകയാണ്. ഉപ്പ് തൻ്റെ സ്വരൂപത്തെ ജലത്തിനർപ്പിച്ച് ജലമായി തീരുന്നതിൽ ലജ്ജിക്കാത്തതുപോലെ നീ നിന്റെ സർവസ്വവും എനിക്ക് നൽകിയിരിക്കുന്നതിനാൽ നിന്നിൽ നിന്നും എനിക്ക് മറച്ചു വയ്ക്കാനുള്ളത് എന്താണ്? ആകയാൽ എല്ലാ രഹസ്യങ്ങളെയും വെളിപ്പെടുത്തുന്ന എൻ്റെ പരമരഹസ്യത്തെ നിനക്ക് പറഞ്ഞു തരാം, കേട്ടുകൊള്ളുക. മന്മനാഭവ മദ്ഭക്തഃ മദ്യാജീ മാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. എന്നിൽ ചിത്തത്തെ ഉറപ്പിച്ചുകൊണ്ട് എന്നിൽ ഭക്തിയുള്ളവനായി എന്നെ യജിച്ചുകൊണ്ട് എന്നെ വണങ്ങി നിന്നാൽ നീ എന്നിൽ തന്നെ എത്തിച്ചേരും. നീ എനിക്ക് പ്രിയനായിരിക്കുന്നതിനാൽ നിന്നോട് സത്യമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അല്ലയോ അർജുന, ബാഹ്യവും ആന്തരികവുമായ സർവ്വ വിഷയങ്ങളും സർവ്വവ്യാപിയായ എന്നെ ലക്ഷ്യമാക്കി ചെയ്യുക. വായു തൻ്റെ സർവാംഗത്താലും ആകാശത്തെ തഴുകിക്കൊണ്ടിരിക്കുന്നത് പോലെ നിന്റെ സർവകർമ്മങ്ങളും എനിക്ക് പ്രീതിയുളവാക്കുന്നതായിരിക്കണം. എന്തിന് കൂടുതൽ പറയണം? നിന്റെ മനസ്സ് ഞാൻ മാത്രം വസിക്കുന്ന ഗേഹമായി തീരണം. എന്നെപ്പറ്റിയുള്ള സ്തുതികളായിരിക്കണം നിന്റെ കാതുകൾ എപ്പോഴും കേൾക്കേണ്ടത്. ആത്മജ്ഞാനം കൊണ്ട് നിർമ്മലരായിട്ടുള്ള മഹാത്മാക്കൾ എൻ്റെ ഉത്തമമായ രൂപങ്ങളാണ്. ഒരു ഭർത്താവ് തൻ്റെ സുന്ദരിയായ ഭാര്യയെ പ്രണയ പാരവശ്യത്തോടെ നോക്കുന്നത് പോലെ സന്തോഷത്തോടു കൂടി വേണം നീ അവരെ നോക്കേണ്ടത്. ഞാൻ എല്ലാ വസ്തുക്കളുടെയും വാസസ്ഥാനമാണ്. ആകയാൽ നന്മ നിറഞ്ഞ എല്ലാ വസ്തുക്കളുടെയും പേര് നിന്റെ അന്ധക്കരണത്തിൽ ഉറപ്പിച്ചിട്ട് അത് നീ സദാ ഉരവിട്ടുകൊണ്ടിരിക്കണം. നിന്റെ പാണികൾ കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പാദങ്ങൾ കൊണ്ടുള്ള എല്ലാ ചലനങ്ങളും എന്നെ ഉദ്ദേശിച്ചു കൊണ്ടുള്ളവ ആയിരിക്കണം. നിനക്കോ മറ്റുള്ളവർക്കോ പ്രയോജനപ്പെടുന്നതായ ഏത് കർമ്മങ്ങൾ നീ ചെയ്താലും അത് മുഴുവനും എനിക്ക് സമർപ്പിച്ചാൽ അത് എനിക്ക് വേണ്ടി ചെയ്യുന്ന യജ്ഞമായിരിക്കും. ഈ മാതിരി യജ്ഞങ്ങൾ നീ ചെയ്തുകൊണ്ടിരിക്കണം. എങ്ങനെയാണ് ഇപ്രകാരം ഓരോന്നായി നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ടത്? ചുരുക്കി പറഞ്ഞാൽ, നീ സേവകനായി നിന്നുകൊണ്ട് ലോകത്തിലുള്ള മറ്റെല്ലാവരും ഞാനാണെന്ന് മനസ്സിലാക്കി അവരെ സേവ്യരായി നീ കരുതി നീ വർത്തിക്കണം. അപ്പോൾ ജീവജാലങ്ങളോടുള്ള ദ്വേഷം ഇല്ലാതാവുകയും അവയെല്ലാം ഞാനാണെന്ന് നിനക്ക് തോന്നുകയും ചെയ്യും. ഈ ഭാവം പുലർത്തിക്കൊണ്ട് എല്ലാ ജീവജാലങ്ങളെയും സർവദേശകാലങ്ങളെയും മനസ്സുകൊണ്ട് നമസ്കരിക്കണം.
ഇപ്രകാരമുള്ള നിരന്തരമായ അനുഷ്ഠാനത്താൽ എൻ്റെ സാന്നിധ്യം നിനക്ക് എല്ലായ്പ്പോഴും അനുഭവപ്പെടും. അപ്പോൾ എണ്ണമറ്റ ജീവജാലങ്ങളാൽ നിറയപ്പെട്ട ഈ ജഗത്തിൽ മൂന്നാമതൊരു വസ്തുവിൻ്റെ സാന്നിധ്യം ഉള്ളതായി തോന്നാതെ ഞാനും നീയും മാത്രമായിരിക്കുന്ന ഏകാന്താവസ്ഥ നിനക്ക് അനുഭവപ്പെടും. ഈ അവസ്ഥയിൽ എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം എന്ന ബന്ധം ഏർപ്പെടുകയാൽ മുമ്പ് തന്നെ ഉണ്ടായിരുന്നതും വീണ്ടും വീണ്ടും അധികരിച്ചു കൊണ്ടിരിക്കുന്നതുമായ സുഖം നീ അനുഭവിക്കും. അല്ലയോ അർജുന, അതിനുശേഷം നിന്നെയും എന്നെയും തമ്മിൽ വേർപിരിക്കുന്ന മൂന്നാമതൊരു വസ്തു ഇല്ലാത്ത നിലയിൽ അവസാനമായി നീ എൻ്റെ സ്വരൂപത്തോട് ചേർന്ന് ഒന്നായി തീരുന്നു. ജലം പറ്റിക്കഴിയുമ്പോൾ ജലത്തിൽ കണ്ട സൂര്യൻ്റെ പ്രതിബിംബം മൂലബിംബത്തോട് ഒന്നു ചേരുന്നതിനെ ആർക്കെങ്കിലും തടുക്കാൻ കഴിയുമോ? വായു വിഹായസിൽ വിലയം ചെയ്യുന്നതിനെയും അലകൾ ആഴിയിൽ ആഴ്ന്നു പോകുന്നതിനെയും എന്ത് തടസ്സം സൃഷ്ടിച്ചാണ് തടയാൻ കഴിയുക? ആകയാൽ നീയും ഞാനും തമ്മിൽ ഇപ്പോൾ കാണുന്ന വ്യത്യാസം ദേഹത്തിൻ്റെ ഉപാധി കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. ദേഹനിരസനം ഉണ്ടാകുമ്പോൾ നീ ഞാനായിത്തീരും. ഈ വിഷയത്തിൽ ഇപ്രകാരം സംഭവിക്കുമോ എന്നൊരു സംശയമേ നീ പുലർത്തരുത്. നിന്റെ മേൽ ആണയിടുന്നത് എൻ്റെ മേൽ ആണയിടുന്നതിന് തുല്യമാണ്. ഇപ്രകാരം ആണയിട്ട് പറയുന്നത് എനിക്ക് അപമാനകരമല്ലേ എന്ന് ചോദിച്ചാൽ, പരസ്പര പ്രേമത്താൽ ബന്ധിക്കപ്പെട്ട ഇരുവർ തമ്മിൽ ആണയിട്ട് പറയുമ്പോൾ മാനാവമാനം പരിഗണനാർഹമല്ലെന്ന് അറിയുക. പ്രപഞ്ചത്തെ മുഴുവൻ തന്നിൽ തന്നെ അടക്കി നിർത്തിക്കൊണ്ട് വിശ്വാഭാസത്തെ ഉണ്ടാക്കിവെച്ച് തൻ്റെ ആജ്ഞയാൽ കാലത്തെ പോലും കീഴടക്കി സത്യസങ്കല്പനായി വിളങ്ങുന്ന ദേവനായും ഒരു പിതാവിനെ പോലെ ലോകർക്ക് നന്മ ചെയ്തു വെക്കുന്നതിൽ തൽപരനായും ഇരിക്കുന്ന ഞാൻ എന്തിനാണ് ആണയിട്ട് പറയുന്നതെന്ന് ചോദിച്ചാൽ പറയാം, കേട്ടോളൂ. നിന്നോടുള്ള നിസ്സീമമായ സ്നേഹം കൊണ്ട് എൻ്റെ ഈശ്വര പദവി ഞാൻ വിട്ടൊഴിഞ്ഞിരിക്കുന്നു. തന്മൂലം നീ പൂർണ്ണനായും ഞാൻ നിൻ്റെ ഒരംശമായും തീർന്നിരിക്കുന്നു. അല്ലയോ ധനഞ്ജയ, ഒരു അരജൻ സ്വകാര്യ സാധ്യത്തിനായി തൻ്റെ പ്രജകളോട് ആണയിട്ട് പറയാറില്ലേ? ഇത് അതുപോലെയാണ്. ഇത് കേട്ട് അർജുനൻ ആശ്ചര്യഭരിതനായി. അവൻ പറഞ്ഞു, എല്ലാവരെയും വിസ്മയപ്പെടുത്തത്തക്കവണ്ണം അങ്ങ് ഇപ്രകാരം അതിരുകടന്ന് സംസാരിക്കരുത്. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അങ്ങയെ സ്മരിക്കുന്ന മാത്രയിൽ നിറവേറുന്നു. അങ്ങ് എനിക്ക് വേണ്ട ശ്രേഷ്ഠമായ ഉപദേശം നൽകുന്നു. അതിനിടയ്ക്ക് ആണയിട്ട് പറയുന്നു, ഇതെല്ലാം അങ്ങയുടെ വിനോദത്തിന് അതിരില്ലെന്ന് കാണിക്കുന്നു. ഒരു കമലവനം മുഴുവൻ വിടർന്ന് വികസിക്കുന്നതിന് സൂര്യൻ്റെ ഒരു കിരണം മാത്രം മതി. എങ്കിലും അത് നിമിത്തമാക്കിക്കൊണ്ട് സൂര്യൻ തൻ്റെ പ്രകാശം പാരിലൊട്ടാകെ പരത്തുന്നു. ചകോര പക്ഷികളുടെ ദാഹം തീർക്കാനാണ് മേഘങ്ങൾ മഴ ചൊരിയുന്നതെന്ന് ഭാവിക്കുന്നത് വെറും നാട്യം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഭൂമിയുടെ താപം തീർക്കാനും സമുദ്രത്തിൻ്റെ ജലസമ്പത്ത് വർദ്ധിപ്പിക്കുവാനുമാണ് മുകിലുകൾ മഴ പൊഴിക്കുന്നത്. അപ്രകാരം എനിക്ക് ഉപദേശം നൽകുന്നതിനെ നിമിത്തമാക്കിക്കൊണ്ട് മേഘവർണ്ണനായ അങ്ങ് വിശ്വമൊട്ടാകെ ജ്ഞാനം പൊഴിക്കുന്നു. അങ്ങയുടെ ഔദാര്യം അങ്ങയെ ദാതാക്കളുടെ രാജാവാക്കി തീർത്തിരിക്കുന്നു. അങ്ങ് കൃപാസാഗരമാണ്. അർജുനൻ്റെ ഉക്തികൾ കേട്ട് ഭഗവാൻ മൊഴിഞ്ഞു, അല്ലയോ അർജുന, അതവിടെ നിൽക്കട്ടെ. ഇപ്രകാരം എന്നെ സ്തുതിക്കുന്നതിനുള്ള സന്ദർഭമല്ല ഇത്. ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്ന ഉപായങ്ങളാൽ നീ നിശ്ചയമായും എന്നെ പ്രാപിക്കും. ഒരു ഉപ്പുകല്ല് ജലത്തിലിട്ടാൽ അത് ഉടൻ തന്നെ ജലത്തിൽ അലിഞ്ഞു ചേരുന്നു. എന്തെങ്കിലും കാരണം കൊണ്ട് അത് അലിയാതിരിക്കുമോ? അതുപോലെ എല്ലാ പദാർത്ഥങ്ങളിലും ഞാൻ കുടികൊള്ളുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ ഭക്തിപൂർവം ഭജിച്ചാൽ നിന്റെ ദേഹാദി അഹങ്കാരങ്ങളെല്ലാം അപ്രത്യക്ഷമായി നീ ഞാനുമായി താതാത്മ്യം പ്രാപിക്കുമെന്നുള്ളത് സത്യമാണ്. സ്വകർമാചരണത്തിൽ ആരംഭിച്ച് എൻ്റെ സ്വരൂപപ്രാപ്തി അടയുന്നത് വരെ അനുഷ്ഠിക്കേണ്ട ഉപായങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിനക്ക് വിശദമായി വിവരിച്ചു തന്നു. അല്ലയോ പാണ്ഡുപുത്ര, ആദ്യമായി സർവകർമ്മങ്ങളെയും എന്നിൽ അർപ്പിച്ചുകൊണ്ട് എന്നെ പ്രസാദിപ്പിക്കണം. അപ്പോൾ എൻ്റെ കാരുണ്യത്താൽ സ്വസ്വരൂപജ്ഞാനലബ്ധി ഉണ്ടാകുന്നു. അതുണ്ടാകുന്നവൻ എൻ്റെ സ്വരൂപത്തിൽ ലയിച്ച് ഞാനുമായി ഒന്നായി തീരുന്നു. ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നിലയിലെത്തിച്ചേരുമ്പോൾ സാധനാനുഷ്ഠാനവും അതുകൊണ്ട് നേടേണ്ട ഫലവും തമ്മിൽ വ്യത്യാസമില്ലാതെ അവ ഒന്നായി തീരുന്നു.
ചുരുക്കി പറഞ്ഞാൽ ഈ അവസ്ഥയിൽ എത്തിയവന് ചെയ്യേണ്ടതായി ഒന്നും ശേഷിക്കുന്നില്ല. നീ നിന്റെ സർവകർമ്മങ്ങളും എനിക്ക് അർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നിനക്ക് എൻ്റെ കാരുണ്യം പൂർണ്ണമായി ലഭിച്ചിരിക്കുന്നു. ഈ കാരുണ്യത്തിൻ്റെ പ്രാഭാവത്താൽ നീ ചെയ്യേണ്ടി വരുന്ന യുദ്ധകർമ്മം എനിക്ക് നിന്നോടുള്ള പ്രേമവായ്പിന് ഒരു തടസ്സവും സൃഷ്ടിക്കുന്നതല്ല. നീ എനിക്ക് പ്രിയങ്കരനാകിയാൽ ഞാൻ നിനക്ക് എല്ലാവിധത്തിലും സ്വാധീനപ്പെട്ടിരിക്കുന്നു. ഏത് ജ്ഞാനത്തിൻ്റെ സഹായം കൊണ്ടാണോ ദൃശ്യപ്രപഞ്ചവും അതിന് കാരണഭൂതമായ അജ്ഞാനവും അപ്രത്യക്ഷമായി എന്നെ തന്നെ എവിടെയും ദർശിക്കാൻ കഴിയുന്നത്, ആ ജ്ഞാനം ഗീതയിൽ കൂടി ദൃഷ്ടാന്തങ്ങൾ ഉദ്ധരിച്ചും യുക്തിയുക്തമായും ഞാൻ നിനക്ക് ഉപദേശിച്ച് തന്നിരിക്കുന്നു. ഇപ്രകാരം അനേക വിധത്തിൽ നിനക്ക് ഉപദേശിച്ച് തന്ന സ്വസ്വരൂപജ്ഞാനത്തെ ഉപയോഗപ്പെടുത്തി ധർമാധർമ്മ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുന്ന നിന്റെ അജ്ഞാനത്തെ സമൂലം ഇല്ലാതാക്കണം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യഃ മോക്ഷയിഷ്യാമി മാ ശുചഃ. സർവധർമ്മങ്ങളെയും പരിത്യജിച്ചിട്ട് എന്നെ ഒരുവനെ തന്നെ ശരണം പ്രാപിക്കുക. ഞാൻ നിന്നെ സകല പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. നീ ദുഃഖിക്കേണ്ട. ആശയിൽ നിന്ന് ദുഃഖങ്ങൾ ഉണ്ടാകുന്നു, നിന്ദയിൽ നിന്ന് പാപങ്ങൾ ഉണ്ടാകുന്നു, നിർഭാഗ്യത്തിൽ നിന്ന് ദൈന്യമുണ്ടാകുന്നു. അതുപോലെ സ്വർഗ നരകപ്രാപ്തിക്ക് വഴി തെളിയിക്കുന്ന അജ്ഞാനത്തിൽ നിന്ന് ധർമാധർമ്മ കൽപ്പനകൾ ഉണ്ടാകുന്നു. ഈ അജ്ഞാനത്തെ മുഴുവനും ജ്ഞാനത്തിൻ്റെ സഹായത്തോടെ നശിപ്പിക്കണം. കയറ് കയ്യിലെടുക്കുമ്പോൾ അത് പാമ്പായിരുന്നുവെന്ന് മുൻപ് തോന്നിയ വിഭ്രാന്തി അവസാനിക്കുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ സ്വപ്ന വ്യവഹാരങ്ങളെല്ലാം മാഞ്ഞു പോകുന്നു. മഞ്ഞപ്പിത്തത്തിൽ നിന്ന് സുഖപ്പെടുമ്പോൾ ചന്ദ്രനിൽ കണ്ടിരുന്ന മഞ്ഞളിപ്പ് കാണാതാകുന്നു. ജ്വരവിമുക്തമാകുമ്പോൾ നാക്കിൻ്റെ കയ്പ് ഇല്ലാതാകുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ മരീചിക മറയുന്നു. വിറക് എടുത്തു മാറ്റുമ്പോൾ അഗ്നി അണയുന്നു. ഇതുപോലെ ധർമാധർമ്മങ്ങളെന്ന കൗശലക്കാരായ രൂപങ്ങളെ ജനിപ്പിക്കുന്ന അജ്ഞാനം വിട്ടൊഴിയുമ്പോൾ ധർമാധർമ്മങ്ങളെന്ന രൂപങ്ങളും ഇല്ലാതാകുന്നു. അജ്ഞാനത്തെ ത്യജിക്കുന്നത് ധർമാധർമ്മങ്ങളെ ത്യജിക്കുന്നതിന് തുല്യമാണ്. ഉറക്കത്തിൽ നിന്നുണരുന്നവൻ തൻ്റെ സ്വാഭാവികമായ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് പോലെ അജ്ഞാനം അവസാനിക്കുമ്പോൾ ഞാൻ മാത്രം അവശേഷിക്കുന്നു. എന്നിൽ നിന്ന് ഭിന്നമായി ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവൻ ഞാനുമായി താദാത്മ്യം പ്രാപിക്കുന്നു. ഒരുവൻ എന്നിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് കരുതാതെ എൻ്റെ അദ്വൈത സ്വരൂപത്തെ മനസ്സിലാക്കുന്നതിനാണ് ശരണം എന്ന് പറയുന്നത്. ഘടം ഉടയുമ്പോൾ അതിലുണ്ടായിരുന്ന ആകാശം മഹാകാശത്തിൽ ലയിച്ച് ഒന്നായി തീരുന്നത് പോലെ എന്നെ ശരണം പ്രാപിക്കുന്നത് എന്നോടുള്ള ഏകീഭവിക്കലാണ്. സ്വർണത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം സ്വർണത്തിൽ ലയിക്കുന്നത് പോലെയും അലകൾ ജലത്തിൽ നിമഗ്നമാകുന്നത് പോലെയും നീ എന്നെ ശരണം പ്രാപിച്ചിട്ട് സമ്പൂർണ്ണ ഐക്യം കൈവരിക്കണം. ബടവാഗ്നി സമുദ്രത്തെ ശരണം പ്രാപിച്ചിട്ടുണ്ടെങ്കിലും എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ എന്നെ ശരണം പ്രാപിച്ചുകൊണ്ട് നിന്റെ പ്രത്യേകമായ വ്യക്തിത്വം വെച്ച് പുലർത്താമെന്ന് ചിന്തിക്കരുത്. എന്നെ ശരണം പ്രാപിച്ചു എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഒരുവൻ അവൻ്റെ ജീവഭാവത്തെ ഉപേക്ഷിക്കാതെ നിലനിർത്തുന്നത് ഏറ്റവും നിന്ദ്യമായ കൃത്യമാണ്. അപ്രകാരമുള്ള ചിന്ത തന്നെ അപഹാസ്യമാണ്. ഇപ്രകാരം സംസാരിക്കാൻ ഒരുവൻ ലജ്ജിക്കാത്തതിൽ അത്ഭുതപ്പെടണം. അനാഗരികയായ ഒരു യുവതിയാണെങ്കിൽ പോലും രാജാവിൻ്റെ പ്രേമഭാജനമായി കഴിഞ്ഞാൽ രാജ്ഞി പദവിയിലേക്ക് ഉയരുന്നു. വിശ്വനായകനായ എന്നെ പ്രാപിക്കുന്നവൻ്റെ സംസാര ബന്ധം അറ്റുപോവുകയില്ലെന്നുള്ള ജുഗുപ്സാവഹമായ സംസാരം പോലും നീ ശ്രദ്ധിക്കരുത്. ഞാനുമായി ഐക്യം പ്രാപിക്കുകയും എന്നെ സേവിക്കുകയും ചെയ്യുന്നതാണ് സഹജഭക്തി. നീ അനവരതം യത്നിച്ച് ഈ ഭക്തിയോഗം സമ്പാദിക്കണം.